ഇന്ത്യയെ ആകമാനം ഇപ്പോൾ വളരെ ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 5-ന് ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം എന്ന രീതിയിൽ സവിശേഷമായ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആകെ 70 സീറ്റുകളെ ഉള്ളൂ എങ്കിൽ പോലും വളരെ വാശിയേറിയ ഒരു മത്സരമാണ്. യഥാർത്ഥത്തിൽ ബഹുമാന്യനായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ മൂക്കിന് താഴെ ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിൽ നടക്കാൻ പോകുന്നത്. അവിടുത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, ദീർഘവർഷങ്ങൾ ഡൽഹിയുടെ ഭരണം നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. വളരെ പ്രശസ്തരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഭരിച്ച ഒരു കാലഘട്ടം ഡൽഹിക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടമൊക്കെ മാറി പുതുതായി ഉദയം ചെയ്ത, വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി രാഷ്ട്രീയ രംഗത്ത് വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ശ്രീ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം കൊടുക്കുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ രംഗത്തെ എല്ലാ മാലിന്യങ്ങളും തുടച്ചു മാറ്റാനായി ഞങ്ങൾ ഇത് അവതരിക്കുന്നു എന്ന പ്രഖ്യാപനമായി, പ്രതീകാത്മകമായി ചൂല് അവരുടെ അടയാളമായി സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സ്വാഭാവികമായി ജനങ്ങൾക്ക് ഉണ്ടായ ഒരു കൗതുകത്വം കൊണ്ടും ഇവരുടെ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ചുകൊണ്ടും ആം ആദ്മി പാർട്ടി പോലും പ്രതീക്ഷിക്കുന്നതിലപ്പുറമായി ഒരു വിജയം നേടി കോൺഗ്രസിനെ തൂത്തുമാറ്റിക്കൊണ്ടാണ് ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്തത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇന്ത്യയിലെ ചരിത്രമുള്ള എല്ലാ പാർട്ടികളെയും, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും BJPയെയും, ഉത്തരേന്ത്യയിലെ പാർട്ടികളായിട്ടുള്ള സമാജ്വാദി പാർട്ടി, BSP, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ പാർട്ടികളായ TDP അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം, അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നന്നായി അത്ഭുതപ്പെടുത്തിയതായ ഒരു മുന്നേറ്റമാണ് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കി ഭരണം പിടിച്ചെടുത്തത്. എന്നാൽ എന്ത് പറയട്ടെ, തുടർന്നുള്ള കാലങ്ങളിൽ ഈ ആം ആദ്മി പാർട്ടി അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയതിൻ്റെ ഫലമായി വലിയ തകർച്ചയാണ് നേരിട്ട്. അവരുടെ മുഖ്യമന്ത്രി ആയിരുന്ന, അല്ലെങ്കിൽ എല്ലാം ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ പോലും വളരെ ശക്തമായിട്ടുള്ള ആരോപണത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അഴിമതി തുടച്ചു മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന അരവിന്ദ് കെജ്രിവാൾ അഴിമതി ആരോപണത്തിന് വിധേയനായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റ് ചില അംഗങ്ങളും ഉൾപ്പെടെ അനേക നാളുകൾ, മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തൊരു വിധി വൈപരീത്യമാണ് ആ പാർട്ടിക്കുണ്ടായത്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തുന്ന ഒരു ഉദയവും ഒരു അസ്തമനവും എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം. അസ്തമിച്ചു എന്ന് പറയാൻ സമയമായിട്ടില്ല. അവർ അവിടെയായി ശക്തി പ്രാപിച്ചുകൊണ്ട് വരുന്നു, പ്രവർത്തിക്കുന്നു. അവർക്ക് പഞ്ചാബിലും അധികാരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം അത്യന്തം വാശിയേറിയതാണ്. കാരണം ഇനി യാതൊരു കാരണവശാലും ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ വരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവിടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലായിരുന്നു മത്സരം. എന്നാൽ ഈ 2025 അടുത്ത 5-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരം വളരെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ വാശിയോടുകൂടെ, ചിട്ടയോടുകൂടെ അവിടെ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുണ്ട്, മല്ലികാർജുന ഖാർഗെയുണ്ട്, മറ്റ് ഭാരവാഹികളെല്ലാം തന്നെ സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖത്തോടും അതിൻ്റെ പശ്ചാത്താപത്തോടും കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ച് സീറ്റുകൾ വിജയിക്കാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഡൽഹിയിൽ ഒരു തൂക്ക് നിയമസഭ വരാനുള്ള സാധ്യത തള്ളിക്കളയാനായി പറ്റുകയില്ല. 70 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 കക്ഷികളും വളരെ കരുത്തരായ രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അതുപോലെ തന്നെ
ഈ പറയുന്ന BJPയുടെ ഉന്നതന്മാരായ എല്ലാ നേതാക്കന്മാരും താമസിക്കുകയും ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഡൽഹിയിൽ BJP അല്ലാതെ മറ്റൊരു ഗവൺമെന്റ് വരിക എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ പ്രാവശ്യം BJP ഭരണം തിരിച്ചു പിടിക്കണം എന്ന വ്രതത്തോടു കൂടി രംഗത്തുണ്ട്. കോൺഗ്രസും അവരാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെങ്കിലും മുന്നോട്ട് വരാനായി ആവുന്നത്ര രീതിയിൽ അവരും രംഗത്തുണ്ട്. അങ്ങനെ വരുമ്പോൾ ത്രികോണ മത്സരമാണ് ഈ 5-ാം തീയതി ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. അത് ഒരു കേവല ഭൂരിപക്ഷം, അതായത് 36 സീറ്റ് ഒറ്റയടിക്ക് BJPക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വളരെ സന്ദേഹമുണ്ട്. 36 സീറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അവിടെ ഒരു തൂക്ക് നിയമസഭ വരും. അങ്ങനെ വരുമ്പോൾ വിലപേശലുണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു പങ്ക് വളരെ നിർണായകമാകും, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പങ്ക് നിർണായകമാകും. ആകെക്കൂടെ ഒരു രാഷ്ട്രീയ അസ്ഥിരത നമുക്ക് പ്രവചിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഡൽഹിയിലെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നത്. 5-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 3 ദിവസം കൂടെ കഴിഞ്ഞ് 8-ാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും. ഇത് വളരെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. അതിൻ്റെ കാരണം ഭൂമിശാസ്ത്രപരമായി ഡൽഹി എന്ന് പറയുന്ന കേന്ദ്ര ഭരണ പ്രദേശം കൂടി ആയതുകൊണ്ടും നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായതുകൊണ്ടുമാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയാണോ തളർച്ചയാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നതും കൗതുകമുള്ള അല്ലെങ്കിൽ ജിജ്ഞാസയുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അംഗീകാരം കുറച്ച് നഷ്ടപ്പെടുകയും വോട്ടിങ്ങിൻ്റെ ശതമാനത്തിൽ കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അതേ രീതിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ അക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഭാവി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നന്നായി ആശ്രയിക്കും. പഞ്ചാബിലെ ഭരണം പോലും ഒരുപക്ഷെ ഇളക്കം തട്ടുന്ന രീതിയിലായി പോകും. എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു നല്ല സൂചനയായിരിക്കും. എന്തായാലും 36 സീറ്റിൽ വിജയം നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് പാർട്ടിയും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം നേടണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. നേതാക്കന്മാരെല്ലാം രംഗത്തുണ്ട്. അതുകൊണ്ട് ഈ 5-ാം തീയതി നടക്കാൻ പോകുന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഒന്നുകിൽ ആം ആദ്മി പാർട്ടിയുടെ തുടർഭരണം ഉണ്ടാകും, അല്ല എന്നുണ്ടെങ്കിൽ BJP അത് തിരിച്ചു പിടിക്കും. അതുമല്ല, ഒരു തൂക്ക് നിയമസഭയാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ ഈ 3 കക്ഷികളുടെയും പങ്കാളിത്തം വല്ലാത്ത അസന്നിഗ്ധാവസ്ഥയിലാകും. ഇവിടെയൊക്കെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാലുമാറ്റം, ചുവടുമാറ്റം, പണം കൊടുത്തിട്ട് ആളുകളെ കക്ഷി മാറ്റിക്കുക, ഒളിവിൽ പാർപ്പിക്കുക തുടങ്ങിയ വളരെ ഹീനമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കാൻ മടിക്കാത്തതായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയും ഇന്ത്യയിലുണ്ട്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കാണാം. ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയുടെ ഭരണപരമായ ഭാവി നിശ്ചയിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെയേറെ ജിജ്ഞാസയോടും ആകാംക്ഷയോടും കൂടിയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വൻപിച്ച ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അരയും തലയും മുറുക്കി അവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വാഗ്ദാന പെരുമഴയാണ് ഈ പാർട്ടികളൊക്കെ നൽകിയിരിക്കുന്നത്. AAP, ആം ആദ്മി പാർട്ടിയൊക്കെ 2100 രൂപ അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുക്കുന്നു പ്രതിമാസം. അതുപോലെ തന്നെ സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായം, അങ്ങനെ വാഗ്ദാന പെരുമഴയാണ്. അതും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ഇപ്പോൾ ചേർത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ ഫ്രീബീസ് എന്ന് പറഞ്ഞ രീതിയിൽ വാഗ്ദാന പെരുമഴ നൽകുകയാണ്. അതൊരു ഒരു നല്ല ലക്ഷണമല്ല. അത് ജനാധിപത്യത്തിന്റെ വളർച്ചയല്ല, അതിന്റെ ജീർണതയാണ് സൂചിപ്പിക്കുന്നത്. വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ച് വോട്ട് നേടുക എന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള
ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമല്ല. അത് BJPയും അക്കാര്യത്തിൽ ഒട്ടും പിറകോട്ടല്ല. അവരും പ്രതിമാസം സ്ത്രീകൾക്ക് 2500 രൂപ, അതുപോലെ വെള്ളവും വൈദ്യുതിയും ഒക്കെ സൗജന്യം, മറ്റു പല സൗജന്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും അവരുടെ പ്രകടന പത്രികയിൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം എന്തായാലും അത് ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് ഫെബ്രുവരി മാസം 8-ാം തീയതി ഇന്ത്യൻ ജനത കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്.